ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ക്യാപ്ഷനിലുള്ള പോലെ പൊന്മുടിയിലേക്കാണ് യാത്ര. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പൊന്മുടിയിലേക്കൊരു യാത്ര, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആദ്യം കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. 7:40 ഇൻ്റർസിറ്റിക്കകത്താണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ നേരത്തെ പോകാം, അത് ഞാൻ ഈ വീഡിയോയിൽ വഴിയേ പറയാം. നമ്മുടെ കരുനാഗപ്പള്ളി മാർക്കറ്റാണിത്. കരുനാഗപ്പള്ളി ചന്ത എന്നറിയപ്പെടും. വളരെ ലൈവായിട്ടുള്ള ഒരു സ്ഥലമാണ് കരുനാഗപ്പള്ളി. ഇത് രാവിലെ എല്ലാവരും തുറന്നു വരുന്നതേ ഉള്ളൂ. ഏതാണ്ട് 6:45 മണി സമയം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ പാർക്കിംഗ് ഏരിയയിൽ ബൈക്ക് പാർക്ക് ചെയ്തു. ഇവിടെ 15 രൂപയാണ് ടിക്കറ്റ് പാർക്ക് ചെയ്യുന്നതിനായിട്ട്. അത് നമ്മൾ കൊടുത്തതിന് ശേഷം ഫുട് ഓവർ ബ്രിഡ്ജ് കയറി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. നമ്മൾ ഏകദേശം 6:50 ആയപ്പം, അതായത് 7 മണിക്കടുത്ത് നമ്മളിവിടെ എത്തി. ശരിക്കും ഞാൻ ഇൻ്റർസിറ്റിയിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇൻ്റർസിറ്റിയിൽ ആ ഒരു കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരം വരെ 50 രൂപയാണ്. പക്ഷേ ഞാൻ റിസർവ് ചെയ്തിരുന്നു. റിസർവ് ചെയ്താൽ സീറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കൊച്ചുവേളി മൈസൂർ ട്രെയിൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ റിസർവ് ചെയ്തതിന് 86 രൂപയാണ് ചിലവായത്. അപ്പം നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. D1 D2 ആണല്ലോ ഇൻ്റർസിറ്റിയിൽ റിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റ്സ്. ചേർക്കാറാണ്, ഇരുന്ന് യാത്ര ചെയ്യുക. അങ്ങനെ നമ്മുടെ കൊച്ചുവേളി മൈസൂർ പറന്നു പോകുന്നു. അങ്ങനെ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വളരെ ശാന്തമായ ഒരവസ്ഥയിലാണ്. അധികം തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് സൺഡേ ആണ്. സൺഡേയുടെ ആയതുകൊണ്ടായിരിക്കാം തിരക്കില്ലാത്തത്. അങ്ങനെ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രെയിൻ എത്തി. ട്രെയിൻ 5 മിനിറ്റ് എന്തോ ലേറ്റേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഞാൻ നിന്ന കോച്ച് പൊസിഷൻ നോക്കാതാണ്. അപ്പം ഇവിടുന്ന് കുറേ അങ്ങോട്ട് നടക്കേണ്ടി വന്നു. അങ്ങനെ നടന്ന് ഞാൻ ട്രെയിനിൽ കയറാൻ പോവുകയാണ്. സിഗ്നൽ ആകാറായി എന്നാണ് ആൾക്കാർ ഓടി പോകുന്നത്. അകത്ത് കയറി അങ്ങനെ സീറ്റ് കണ്ടുപിടിച്ചു, ഇരുന്നു. രാവിലെ ഈ സമയത്ത് തന്നെ പരിപ്പുവടയും ഈ പറയുന്ന ഉഴുന്നുവട, പഴംപൊരിയൊക്കെ വന്നല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. 7 മണി സമയമായതേ ഉള്ളൂ. പക്ഷേ ലോങ് നൈറ്റിൽ നിന്ന് ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഇതൊരു അനുഗ്രഹമായിരിക്കും. അങ്ങനെ ട്രെയിനിൽ ഈ സീഡ്സാണ്, ഓരോ പ്ലാന്റിൻ്റെ സീഡ്സാണ്. ശരിക്കും പുള്ളിയുടെ സ്ട്രാറ്റജി കൊള്ളാം. ഓരോ കസേരയിലും ഓരോന്നോരോന്ന് കൊടുത്താണ് പോയത്. എന്നിട്ട് ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അത് മനോഹരമായിട്ട് ചെയ്തു. അങ്ങനെ കുറച്ച് ദൂരം കൂടി യാത്ര ചെയ്തപ്പോൾ നമ്മുടെ നട്ട്സും കാര്യങ്ങളുമായിട്ട് ഒരു ചേട്ടൻ വന്നു. അപ്പോൾ ട്രെയിനിൽ ഇതൊക്കെ സുലഭമായിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അങ്ങനെ ഏകദേശം 9:45 മണിയൊക്കെ ആയപ്പോൾ ഇൻ്റർസിറ്റി തിരുവനന്തപുരത്ത് എത്തി. നമ്മളിവിടെ ഇറങ്ങിയതിന് ശേഷം KSRTC ബസ്സിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ KSRTC ബസ്സിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും ഇൻഫർമേഷൻ്റെ കുറവ് കൊണ്ട് എനിക്കൊരു കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി. കാര്യം വിളിച്ചിട്ടാരും ഫോൺ എടുക്കുന്നില്ല, കാര്യങ്ങൾ പറയുന്നില്ല. അങ്ങനെ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ല തിരക്കെന്ന് വെച്ചാൽ അസാധ്യ തിരക്കായിരുന്നു. ഞാൻ അവിടെ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു. കാര്യം ഫുട് ഓവർ ബ്രിഡ്ജിലൊക്കെ കയറിപ്പോകാനുള്ള ആൾക്കാരുടെ എണ്ണം കണ്ടോ. ശരിക്കും വന്നിറങ്ങിയത് നേരെ എസ്കലേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. ഞാൻ എസ്കലേറ്ററിലേക്ക് നടക്കുകയാണ്. എസ്കലേറ്റർ വഴി മുകളിലേക്ക് പോയി. ഇനി നമുക്ക് പുറത്തേക്ക് ഇറങ്ങണം. അതിൽ കയറി ചെന്നിട്ട് ലെഫ്റ്റാണ്. ഏത് പ്ലാറ്റ്ഫോമിലാണ് വരുന്നതെന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൽ ചേഞ്ചസ് ഉണ്ടാകും. അപ്പം ഇറങ്ങുന്ന പ്ലാറ്റ്ഫോമിനനുസരിച്ച് മുകളിൽ ഫുട് ഓവർ ബ്രിഡ്ജിൽ കയറിയാൽ എക്സിറ്റിലേക്കും ഓട്ടോ റിക്ഷാസ് ഉള്ള ഏരിയയിലേക്കും നമുക്ക് പോകാം. അങ്ങനെ നമ്മൾ മുകളിലെത്തി. തിരക്ക് ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ശരിക്കും പുറത്തോട്ടിറങ്ങി ഞാൻ പ്രീപെയ്ഡ് ഈ ഓട്ടോ കൗണ്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അത് ഞാൻ കണ്ടില്ല. ഞാൻ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വഴി കണ്ട് വിളിച്ചു. അവിടുന്ന് നമ്മൾ നേരെ കിഴക്കേക്കോട്ടയിലേക്കാണ് പോകുന്നത്. ശരിക്കും കിഴക്കേക്കോട്ടയിൽ മഹാബോളി എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട്. ശരിക്കും വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ 6:30 കഴിച്ചിരുന്നു. പക്ഷേ ഇത് ഒരു പർട്ടിക്കുലർ സ്പോട്ട് ആയതുകൊണ്ട് ഞാനത് നിങ്ങളെ അവതരിപ്പിക്കുന്നേ ഉള്ളൂ. മഹാബോളിയിൽ ഫേമസ് ആയിട്ടുള്ള ബോളിയും പായസവുമാണ്. നമുക്കത് അവിടെ ചെന്നതിന് ശേഷം അതിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. ഇവിടുന്ന് കിഴക്കേക്കോട്ട വരെ 40 രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. 40 രൂപ വലിയ കൂടുതലല്ലാന്ന് തോന്നുന്നു. പക്ഷേ ബസ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ ബസ്സിൽ പോകാമായിരുന്നു. അങ്ങനെ പഴവങ്ങാടി ക്ഷേത്രത്തിൻ്റെ അടുത്തുനിന്ന് പടിഞ്ഞാറേക്ക് വീണ്ടും വന്നു. മഹാ ചിപ്സ് എന്ന് നിങ്ങൾ മുകളിൽ കാണുന്നുണ്ടല്ലോ, അതാണ് മഹാ ചിപ്സ്. മഹാ ചിപ്സിൻ്റെ ഓപ്പോസിറ്റാണ് ഇത് മഹാബോളി. ശരിക്കും മഹാബോളി വളരെ ഫേമസ് ആണ്. വളരെ ഫേമസ് ആണ്. ഈ സമയത്ത്, അതായത് 9:45 മണി സമയത്തും അവിടെ തകൃതി തിരക്കുണ്ട്. ഇത്രയും പായസം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 ലിറ്റർ പായസത്തിന് 4 ബോളി, 3 ബോളി ഞാൻ പാഴ്സൽ വാങ്ങിച്ചു. 1 ബോളി ഞാൻ അവിടെ നിന്ന് തന്നെ കഴിച്ചു. എല്ലാം കൂടെ ചേർത്ത് 224 രൂപയാണ് ആയത്. അങ്ങനെ അവരത് പാക്ക് ചെയ്ത് തന്നു. ഞാൻ അപ്പോൾ ചോദിച്ചു, ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റുമോ? ഇവിടെ ഈ ഏരിയ ഉണ്ടോ, ഇവിടെ നിന്ന് കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ പാഴ്സൽ എടുത്തു. ഞാനതെടുത്ത് ബാഗിൽ വെച്ചു.
പുള്ളി ഒരു പേപ്പർ പ്ലേറ്റിൽ ഒരു ബോളി കൊണ്ട് തന്നു. ഞാൻ അതിലേക്ക് നമ്മുടെ വാങ്ങിച്ച പായസത്തിൻ്റെ കുറച്ച് ഒഴിച്ചു. ശരിക്കും അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് ഭയങ്കര അഭിപ്രായവും എല്ലാ കാര്യങ്ങളുമാണ്. മാത്രമല്ല എൻ്റെ വൈഫിനും ഭയങ്കര ഇഷ്ടമാണിത്. അങ്ങനെ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അക്ഷരാർത്ഥത്തിൽ സൂപ്പർ എന്ന് പറയാനല്ലാതെ നിർവാഹമില്ല. ശരിക്കും നെയ്യുടെ ഒരു ഫ്ലേവറും അതിൻ്റെ മധുരവും എല്ലാം കൂടെ ഭയങ്കര കിടിലമായിരുന്നു. അങ്ങനെ ഞാൻ അത് കഴിച്ചു നോക്കുന്നു. എനിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. രാവിലെ ഇങ്ങോട്ടേക്ക് വന്നതിൽ യാതൊരുവിധ നിരാശാബോധവും ഇല്ല. വളരെ സന്തോഷം തന്നെ. ബ്രേക്ക്ഫാസ്റ്റ് ഇതായിട്ട് അങ്ങ് കൂട്ടാമല്ലേ. അങ്ങനെ ഇത് കഴിച്ചു. ഇത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ മഹാ ചിപ്സ് ഉണ്ട്. ഇവരുടെ തന്നെ ഷോപ്പാണ്. മഹാ ചിപ്സിലൂടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ കൂടുതലും സേവറീസ് ആയിട്ടുള്ള സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പം ഞാൻ ജസ്റ്റ് അകത്തേക്കൊന്ന് കയറി നോക്കി. രാവിലെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സേവറീസ് അധികം വാങ്ങിക്കേണ്ടെന്ന് വിചാരിച്ചു. വെറുതെ പൈസ കളയണ്ടല്ലോ. വാങ്ങിച്ചു കഴിഞ്ഞാൽ തിന്നുകയും ചെയ്യും. പിന്നെ അതൊരു ബുദ്ധിമുട്ടാകത്തില്ലേ. അങ്ങനെ ഞാൻ അവിടുന്ന് ഇറങ്ങി റൈറ്റിലേക്ക് പോകുമ്പോൾ ഈ മഹാ ചിപ്സിൽ നിന്ന് ഇറങ്ങി റൈറ്റിലേക്ക് പോകുമ്പം റോഡിലെത്തും. റൈറ്റിലേക്ക് പോയി കുറച്ചുകൂടെ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് കുറച്ചുകൂടെ അകത്തോട്ട് നടക്കുമ്പോഴത്തേക്ക് ബസ് സ്റ്റോപ്പാണ്. ആ സ്റ്റോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് തമ്പാനൂർക്ക് ബസ് കിട്ടും. തമ്പാനൂർ ചെന്നിട്ട് അവിടെ നിന്നാണ് ഞാൻ പൊന്മുടിക്ക് പോകാനായിട്ട് നോക്കാൻ പോകുന്നത്. അങ്ങനെ കുറച്ച് നേരം നടന്നു, കാഴ്ചകളൊക്കെ കണ്ടു. രാവിലെ ഈ അമ്പലത്തിലെ തിരക്ക് എന്ത് തിരക്കല്ലേ. അങ്ങനെ അമ്പലത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പതുക്കെ നടന്ന് നമ്മുടെ ഇവിടെ നിന്ന് നേരെ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ്. കുറേ വണ്ടികളും തമ്പാനൂരിലേക്കുള്ള വണ്ടികളാണ്. അങ്ങനെ ഒരു 10 രൂപയുടെ ഇലക്ട്രിക് ബസ്സിലാണ് ഞാൻ കയറിയത്. ഇലക്ട്രിക് ബസ്സിൽ കയറി. മിനിമം ചാർജ് 10 രൂപ. പല സ്ഥലത്തേക്കുള്ള ബസ് ഈ സ്റ്റോപ്പിൽ വരുന്നതാണ്. എനിക്ക് എല്ലാ റൂട്ടും കറക്റ്റായിട്ട് അറിയാത്തത് കൊണ്ട് ഇവിടുന്ന് അടുത്താണ് തമ്പാനൂർ. അതുകൊണ്ട് തമ്പാനൂർ ചെന്നാൽ ഏത് റൂട്ടിലും ബസ് ഉണ്ടാവുമല്ലോ, അവിടെ സ്റ്റേഷൻ മാസ്റ്ററും കാര്യങ്ങളും എല്ലാം കാണുമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ ബസ്സിൽ കയറി. വലിയ തിരക്ക് കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു 5 മിനിറ്റിൽ താഴെ കിഴക്കേക്കോട്ട എത്താനായിട്ട് വളരെ നല്ലൊരു യാത്രയായിരുന്നു. അങ്ങനെ അവിടെ എത്തി. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. തമ്പാനൂർ മെയിൻ ബസ് ടെർമിനലാണ് ഈ കാണുന്നത്. ശരിക്കും നമുക്കൊക്കെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമല്ലേ ഇത്. കാര്യം നമ്മുടെ നാട്ടിൽ ക്യാപിറ്റലിലേക്ക് വെളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പം തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിനകത്തേക്ക് നടക്കുന്നു. അവിടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, എങ്ങോട്ടുള്ള ബസ് എവിടേക്ക്. ഈ കാണുന്ന ബോർഡ്. അങ്ങനെ അതെല്ലാം നോക്കി ഞാൻ വീണ്ടും അകത്തേക്ക് നടന്നു. അകത്ത് ഒരുപാട് ഷോപ്പുകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു കോഫി, ടീ അങ്ങനെ തുടങ്ങി ഒട്ടുമിക്ക സാധനങ്ങളും കിട്ടുന്ന ഷോപ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പതുക്കെ നടന്ന് നീങ്ങി. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, ശരിക്കും ഇവിടുന്ന് ഡയറക്റ്റ് പൊന്മുടിക്ക് ബസ്സുണ്ട്. രാവിലെ 5 മണി തൊട്ട് ബസ്സുണ്ട്. പക്ഷേ ഞാൻ ആ കൗണ്ടറിൽ ചെന്ന് ചോദിച്ച സമയത്ത് അവർ ഇനി ബസ്സില്ല എന്ന് ഉള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്നാൽ ഇവിടെ നിന്ന് 11 മണിക്ക് എടുക്കുന്ന ബസ്സിലാണ് ഞാൻ ഇവിടുന്ന് എന്ത് ചെയ്തു, നെടുമങ്ങാടേക്ക് ബസ് കയറി. ഈ ബസ് നെടുമങ്ങാട്ടേക്കാണ്. നെടുമങ്ങാട് ചെന്നിട്ട് അവിടുന്ന് പൊന്മുടിക്ക് ബസ്സുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ബസ്സാണ്. 12 മണി കഴിയുമ്പോൾ എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി പതുക്കെ യാത്ര തിരിച്ചു. ഇവിടെ നിന്ന് 28 രൂപ പോയിൻ്റാണ് നെടുമങ്ങാട്. വലിയ ദൂരം ഇല്ല. ഏകദേശം ഒരു മണിക്കൂറിൽ താഴെയുള്ള യാത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 10:15 കഴിഞ്ഞ് ബസ്സിൽ കയറി. ശരിക്കും ഇങ്ങനെ അല്ലാതെയും യാത്ര ചെയ്യാം. ഓരോ ഡിപ്പോയിൽ നിന്ന് പൊന്മുടിക്ക് ഡയറക്റ്റ് ഉല്ലാസയാത്ര എന്ന് പറഞ്ഞ് ബസ്സുകൾ പോകുന്നുണ്ട്. അത് പക്ഷേ നേരത്തെ സ്റ്റേഷനിൽ വന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ച് റിസർവ് ചെയ്താൽ മാത്രമേ അതിൽ വരാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ പ്ലാനുകളൊന്നും ഇല്ലായിരുന്നല്ലോ. പെട്ടെന്ന് രാവിലെ പൊന്മുടിക്കൊന്ന് പോകാമെന്ന് കരുതി ട്രെയിനിൽ കയറി വന്നതാണ്. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുമ്പുള്ള റൗണ്ട് അബൌട്ടാണിത്. അങ്ങനെ ബസ് പതുക്കെ നീങ്ങി നെടുമങ്ങാട്ടേക്ക് യഥാർത്ഥത്തിൽ 5 മിനിറ്റ് ഇടവിട്ട ബസ്സുണ്ട്. എപ്പോഴും ബസ്സുള്ള ഒരു റൂട്ടാണ് നെടുമങ്ങാട്ടിലേക്ക്. അങ്ങനെ ഞാൻ ശരിക്കും ഇന്ന് ഉച്ചക്കത്തെ തിരുവനന്തപുരത്തെ ലഞ്ച് പങ്കായത്തിൽ നിന്ന് കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പങ്കായം ഞാൻ 2-3 തവണ കയറിയിട്ടുണ്ട്. അത് ഇവിടുത്തെ അല്ല, മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത പങ്കായമാണ് ഞാൻ കയറിയിട്ടുള്ളത്. അങ്ങനെ യാത്ര തുടരുന്ന വേളയിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം ഓഫീസ് കണ്ടു. അങ്ങനെ കണ്ട് ഇങ്ങനെ നേരെ വന്നപ്പോൾ ഇവിടെ ഒരു പങ്കായമുണ്ട്. ശരിക്കും നമുക്കൊരു രക്ഷയില്ല. കാര്യം ഉച്ചയ്ക്ക് ലഞ്ചാണ് പങ്കായത്തിലെ കിടിലം. സീ ഫുഡും പലതരത്തിലുള്ള മീനും കാര്യങ്ങളുമൊക്കെ. പക്ഷെ അത് നടന്നില്ല. എന്തായാലും നമുക്ക് നെടുമങ്ങാട്ട് എത്തിയിട്ട് എന്തെങ്കിലും കഴിക്കാനോ അല്ലെങ്കിൽ എപ്പോഴാണ് ബസ്സെന്ന് നോക്കാം.
കാറിൽ വരുന്നതിനെക്കാട്ടി നല്ലത് ഇതേക്കൂട്ട് ബസ്സിലൊക്കെ വരുന്നതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇനി നമുക്ക് നെടുമങ്ങാട്ട് എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. നെടുമങ്ങാട് ബസ് സ്റ്റാൻഡ് ഒരു വലിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടെയും തമ്പാനൂർ കൂട്ട് ഓരോ ബസ്സുകൾ നിർത്തുന്ന ഏരിയയിൽ ഏതൊക്കെ സ്ഥലത്തേക്കുള്ള ബസ്സുകളാണ് ഇവിടെ നിർത്തുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതേ ഓരോ തൂണിലും നിങ്ങൾ കറുത്ത ഇത് കാണുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററും അല്ലെങ്കിൽ KSRTC ജീവനക്കാർ കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണെന്ന് എനിക്ക് തോന്നി. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ 12 മണിക്ക് എത്തുന്ന ഒരു പൊന്മുടി ബസ്സുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു ബസ്സാണത്. അപ്പം നമുക്ക് ഈ കാഴ്ചകൾ ഇതേ ഓരോ സ്ഥലത്തേക്കുള്ള വണ്ടികളുടെ പേര്, സ്ഥലപ്പേര്, കാര്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും 11:15 ഉള്ളൂ. ഇനി 12 മണി വരെ 3/4 മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ഞാൻ ആ കടകളിലും അവിടുത്തെ ഈ തൂണുകൾ എങ്ങോട്ടൊക്കെ ബസ് ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം ഞാൻ ഒരു കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. കോഫി എനിക്കത് ഇങ്ങനെ പതയോടെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി സ്വയംഭൻ കോഫിയായിരുന്നു. ആ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള കടയാണ്. അവിടെ നിന്ന് നോക്കിയപ്പം ഒരു ബോണക്കാട്ടേക്ക് ഒരു ബസ് വന്ന് നിന്നു. ശരിക്കും ബോണക്കാട് ഞാനൊന്ന് പോകണമെന്ന് വിചാരിച്ചാണ്. അവിടെ നമ്മുടെ 25 GB ബംഗ്ലാവ്, ഈ പ്രേതത്തിൻ്റെ ശല്യമുള്ള ബംഗ്ലാവ്, അത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ അനേകം വീഡിയോകൾ അതിനെപ്പറ്റിയുണ്ട്, അതുകൊണ്ട് അത് നോക്കിയില്ല. കറക്റ്റ് 12 മണിയായപ്പോൾ നമ്മുടെ ബസ് എത്തി. നെടുമങ്ങാട്ട് നിന്ന് ശരിക്കും 58 രൂപയാണ് പൊന്മുടിക്കുള്ളത്. തീരെ തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷ തെറ്റിപ്പോയി. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ബാക്കിൽ കൂടെ അകത്തേക്ക് കയറി. അങ്ങനെ ഒരു സീറ്റ് കിട്ടി ഞാൻ അവിടെ ഇരുന്നു. പക്ഷേ കുറച്ച് നേരം കൂടെ ബസ് കിടന്നപ്പോഴത്തേക്ക് നല്ല തിരക്കായി. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, എല്ലാ സീറ്റും ഓക്കുപ്പൈഡാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് നിറച്ച ആൾക്കാരായി. ശരിക്കും തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് രാവിലെ 5 മണി തൊട്ട് ബസ്സുണ്ട്. 5 മണിയുടെ ബസ്സിലൊക്കെ വരികയാണെങ്കിൽ നൈസായിരിക്കും. 5 മണിക്ക് തുടങ്ങുന്ന ബസ് ഒരു 2 മണിക്കൂർ ഇടവിട്ട് 7 മണി, 8 മണി, 9 മണി, അങ്ങനെ പല ടൈമിങ്ങിലായിട്ട് പൊന്മുടിക്ക് തന്നെ നേരിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ബസ്സുണ്ട്. അപ്പോൾ അത് കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ മനസ്സിലാക്കി. അങ്ങനെ കാഴ്ചകളുടെ ഭംഗി ഇങ്ങനെ കൂടി വരുന്നുണ്ടല്ലേ. നമ്മൾ ഹൈ റേഞ്ച് ഇങ്ങനെ കയറും തോറും ഭംഗി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ കണ്ടക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഓൾറെഡി രാവിലെ ഒരു ബോളി മാത്രമല്ലേ കഴിച്ചത്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടക്ടർ പറഞ്ഞു, ഞങ്ങൾ പോകുന്ന വഴിക്ക് ഊണ് കഴിക്കാനായിട്ടൊരു ചെറിയ ഹോട്ടലിൽ നിർത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നമ്മൾ ഇറങ്ങി. കുറച്ച് പേരൊക്കെ ഊണ് കഴിച്ചുള്ളൂ. കുറച്ച് പേര് ഈ മുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ്. സൈറ്റ് സീയിങ്ങിന് വേണ്ടി വന്ന കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. ശാന്തമ്മ തട്ടുകട, ഇവിടാണ് അവർ ഊണ് കഴിക്കുന്നത്. ഞാനും അവിടേക്ക് പോയി ഒരു ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു. കാര്യം നമ്മൾ ഏകദേശം 2 മണി 2:15 മണിക്കായിരിക്കും പൊന്മുടി എത്തുക. ആ സമയത്ത് അവിടെ ഒന്നും കഴിക്കാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല എന്ന് കണ്ടക്ടർ പറഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ കയറി ഒരു ഊണ് കാച്ച. പഴയ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന വിറകടുപ്പ്, ഒരു സാധാരണ രീതി. അങ്ങനെ ഇല വന്നു. ഇലയിൽ ഇത്രയും തൊടുകറികൾ, അച്ചാറ്, സാലഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ചോറ് വന്നു. ശരിക്കും അവിടുത്തെ ചേച്ചിയും ആ അമ്മയും വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയത്. സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും. ഞാൻ മെഴുക്കുവരട്ടി ഒരു 3-4 വട്ടം വാങ്ങിച്ചു. എന്ത് വേണമെങ്കിലും ചോദിക്കാനാണ് അമ്മയും ചേച്ചിയും പറഞ്ഞത്. അങ്ങനെ പരിപ്പിൻ്റെ കൂടെ കുറച്ച് പപ്പടം കൂടെ വെച്ചങ്ങ് കാച്ച. ശരിക്കും വലിയ റെസ്റ്റോറൻറ്റ്സൊക്കെ കഴിച്ചാൽ പോലും ഇത്രയും ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകും, ഇത്ര പേരിന്ന് കഴിക്കും, അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ അന്നന്ന് ഉണ്ടാക്കത്തതേ ഉള്ളൂ. പക്ഷേ പല റെസ്റ്റോറൻറ്റ്സിലും പലതും നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കാൻ സമയത്ത് ചൂടാക്കി തരലാണ് പതിവ്. പൊടിമീനും, അതായത് നമ്മുടെ ചൂടയും പിന്നെ ഒരു വലിയ മീനും ഉണ്ടായിരുന്നു. ആ മീനിൻ്റെ പേര് എനിക്കറിയില്ല ഗൈസ്, അതെന്തെങ്കിലും ആവട്ടെ. അങ്ങനെ പരിപ്പും കുറച്ച് ചോറ് കൂടെ കുഴച്ച് തിന്നു. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന് ഞാൻ വിശന്നിരുന്നത് കൊണ്ടാണെന്നറിയില്ല, എനിക്ക് ഭയങ്കര രുചിയായിട്ട് തോന്നി. അല്ലെങ്കിൽ നാടൻ തട്ടുകടയിൽ അല്ലെങ്കിൽ ഈ വീട്ടിലൂണ് ഒക്കെ കഴിക്കുമ്പോഴത്തേക്ക് അന്യായ ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ അത്രയും കഴിച്ചു തീർത്തു. ശരിക്കും ഈ ഊണിനും മീൻ വറുത്തതും എല്ലാം കൂടെ ചേർത്ത് 100 രൂപയാണ് ആകെ ആയത്. അപ്പം ഇത് നമ്മുടെ ബഡ്ജറ്റിൽ കൂട്ടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശരിക്കും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. കാര്യം ഈ കടയിൽ നിന്ന് ചായ കുടിച്ച് ഒരു ഏത്തക്കാപ്പോ സംതിങ് ഞാൻ ഫ്രണ്ട്സുമായിട്ട് പൊന്മുടി വരുന്ന സമയത്ത് കഴിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ചിലപ്പോൾ ഒരുപക്ഷെ ഈ കട കാണുമ്പം അന്ന് കൂടെ വന്ന എൻ്റെ കൂട്ടുകാർക്ക് ഈ സ്ഥലം ഓർമ്മയിലുണ്ടാവും. ശകലം മീൻകറി എന്ന് പറയാൻ പറ്റത്തില്ല, മീൻചാറും ഒരു ചെറിയ ചൂട മീനും ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അത് കഴിച്ചു. മീൻ വറുത്തത് നൈസായിരുന്നു. ശരിക്കും ഈ പറയുന്ന നല്ല അതിൻ്റെ ഫ്രഷ്നെസ് കണ്ടോ, നല്ല പച്ച മീൻ. അത് കൂട്ടി ഒരു പിടി കൂടെ പിടിച്ചു. ഉരുട്ടി വായിലേക്ക്.
ഈ വിറകടുപ്പും ഈ പഴയ ചായക്കടയുടെ രീതികളും ശരിക്കും എന്നെ വല്ലാതെ ആകർഷിച്ചു. പക്ഷേ ഇവിടെ ഗൂഗിൾ പേ ഉണ്ട് കേട്ടോ, അവർ കുറച്ച് അഡ്വാൻസ്ഡ് ആണ്. ഇതാണ് നമ്മൾ വന്ന ബസ്. ബസ് അവിടെ കിടക്കുകയാണ്. ഞാൻ ആദ്യമേ കഴിച്ചു കഴിഞ്ഞു. ശകലം ചോറല്ലേ കഴിക്കൂ, അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ബസ്സിലേക്ക് കയറി. ബസ്സിൽ നമ്മളെ സീറ്റ് ബാക്കിലാണ്. ബാക്കിലെ സീറ്റിലേക്ക് വന്നിരുന്നു. ശാന്തമ്മ ചേച്ചിയുടെ തട്ടുകട എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. നല്ല ശാന്തമായ ഫുഡായിരുന്നു. ശാന്തമായെന്ന് വെച്ചാൽ അധികം അലമ്പോ ഈ പറയുന്ന ഒന്നും ഇല്ലല്ലോ. അങ്ങനെ ബസ് വീണ്ടും യാത്ര തിരിച്ചു. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. കുറച്ച് ദൂരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1:30 അവിടെ ഏകദേശം 2:30 മണി സമയത്തായിരിക്കും അവിടെ എത്താൻ പോകുന്നത്. ശരിക്കും ബൈക്കിലും കാറിലും വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ബസ്സിൽ വരുന്നതാണെന്ന് എനിക്ക് ഈ യാത്രയിൽ തോന്നി. കാര്യം നിങ്ങൾക്കത് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ ഹൈ റേഞ്ച് ഇങ്ങനെ കയറി തുടങ്ങുകയാണ്. അപ്പോൾ ശരിക്കും മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ കുറച്ച് പേടിപ്പെടുത്തുന്നതാണെങ്കിലും അത്രയ്ക്കൊന്നുമില്ല. വളരെ സേഫായിട്ടാണ് നമ്മുടെ ഡ്രൈവർ അങ്കിളും കാര്യങ്ങളുമൊക്കെ വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഈ താഴ്ചയൊക്കെ കാണുമ്പം അല്ലെങ്കിൽ ഹെയർ പിൻ വളവുകൾ എടുക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ കാറിൽ വന്നാൽ ജസ്റ്റ് താഴെ ഇരുന്ന് ജസ്റ്റ് അതിൻ്റെ ഈ ലെവലിന് മുകളിലുള്ള മലകൾ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, താഴേക്ക് നല്ല കാഴ്ച കാണാൻ പറ്റും. അങ്ങനെ ബസ് ഓടി ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി. ഈ ചെക്ക് പോസ്റ്റിൽ വണ്ടി തറവുമായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ മുകളിലേക്ക് കയറ്റി വിടുള്ളൂ. ഈ പറയുന്ന പ്ലാസ്റ്റിക് കാര്യങ്ങളോ അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ കൊണ്ടുവരാമെന്ന് തോന്നുന്നു. മദ്യം അങ്ങനെയുള്ളതൊന്നും മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. KSRTC ബസ്സിൽ അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളും ഇല്ല. നമ്മളെപ്പോലുള്ള ഡീസൻറ്റ് മനുഷ്യരാണല്ലോ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. മറ്റൊരു ഡീസൻ്റ് അല്ല എന്നല്ല കേട്ടോ. അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. ഓരോ കാഴ്ചകളായിട്ട് ആനന്ദകരമായി തുടങ്ങി. വണ്ടി ഹെയർ പിൻ വളവ് എടുക്കുകയാണ്. അത് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഹെയർ പിൻ വളവുകൾ എടുക്കുന്നത്. ഏകദേശം 22 ഹെയർ പിന്നാണ് താഴേന്ന് മുകളിൽ വരെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, താഴേക്ക് അത്രയും താഴ്ചയിലേക്ക് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. സൈഡ് സീറ്റ് തന്നെ കിട്ടണം കേട്ടോ KSRTCയിൽ. അപ്പുറത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ വീണ്ടും ഹെയർ പിന്നുകൾ ഇങ്ങനെ കയറി മുകളിലേക്ക് പോവുകയാണ്. നമ്മൾ ഏകദേശം 6ാമത്തെ ഹെയർ പിൻ ആണെന്ന് തോന്നുന്നു. അതെ, 6ാമത്തെ ഹെയർ പിൻ ആവുന്നതേ ഉള്ളൂ. ഇനി ബാക്കി കിടക്കല്ലേ. പിന്നെ ഇപ്പം നല്ല ചൂട് കാലമായതുകൊണ്ട് അധികം മഞ്ഞ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഹെയർ പിൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് തന്നെ ഒരു തണുത്ത അന്തരീക്ഷമാണ്. വെയിലുണ്ടെങ്കിലും നമ്മൾ വിയർക്കുന്നില്ല. നൈസായിട്ടൊരു കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ കാറിൽ വന്നാൽ അല്ലെങ്കിൽ നമ്മൾ കാറിൽ വന്ന ആരായാലും വണ്ടി ഓടിക്കുന്നവർക്ക് അത് ആസ്വദിക്കാൻ പറ്റില്ല. ഈ ബസ് യാത്ര വളരെ മനോഹരമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഹെയർ പിൻ കയറാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഡ്രൈവർ അങ്കിൾ ഇത്തിരി സ്ലോ ചെയ്തു. മേ ബി സേഫ്റ്റി റീസൺസ് കൊണ്ടായിരിക്കും. വളരെ സാവധാനമാണ് മുകളിലോട്ട് കയറിയത്. ഈ മരത്തിൻ്റെ കീഴിലുള്ള പ്രതിഷ്ഠ അത് കൊള്ളാം. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഭംഗിയല്ല, ഇതെല്ലാം ഡിവോഷൻ്റെ ഭാഗമാണല്ലോ. അങ്ങനെ നമ്മൾ മുകളിലോട്ട് പോയി. ഈ 14K എന്ന് നിങ്ങളിപ്പോൾ കണ്ടില്ലേ, അതെന്താണെന്ന് ഞാൻ അന്നേരം തൊട്ട് ആലോചിക്കുന്നത് എന്തായിരിക്കുമെന്ന്. അതായത് മാരത്തോൺ നടത്തുന്നുണ്ട്. മുത്തൂറ്റിൻ്റെ സ്പോൺസർഷിപ്പിലാണെന്ന് തോന്നുന്നത് അത് നടക്കുന്നത്. ഏകദേശം പൊന്മുടി എത്താറായി. അതിന് തൊട്ട് മുമ്പുള്ള സ്ഥലത്ത് ഏറെക്കുറെ ആൾക്കാരും ഇറങ്ങി. വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഇവിടെ നിന്ന് ഒരു കുറച്ച് പേര് കയറുകയും ചെയ്തു. കണ്ടോ, ഇനി ഒരു 7-8 9 പേരായിരുന്നു ഞങ്ങൾ മൊത്തം പൊന്മുടിക്ക് പോകാനായിട്ടുള്ളത്. അതിന് മുമ്പുള്ള ഗ്രാമങ്ങളൊക്കെ ഒരുപാടുണ്ട്. ആ ഗ്രാമത്തിലെ ആൾക്കാരാണ് അവിടെ ഇറങ്ങിയത്. പക്ഷേ ലൈവായിട്ട് ബസ്സിൽ കയറി യാത്ര വരുന്നവരും ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുന്നു. ഇപ്പോൾ കുറേ മുകളിലെത്തി. ഒരു വശത്ത് വലിയ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, മറുവശത്ത് കുറേ മലകൾ കുന്നുകളെല്ലാം കാണാനുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് നമ്മൾ മുകളിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഈ പറഞ്ഞോട്ട് 9-10 പേര് മാത്രമാണ് ബസ്സിലുണ്ടായിരുന്നത്. വേണമെങ്കിൽ എണ്ണീറ്റ് ഫ്രണ്ടിലൊക്കെ പോയി നിന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി. മലയോര മേഖല ആണെങ്കിൽ തേയില മസ്റ്റാണല്ലോ. തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. പക്ഷേ ഇവിടെ അത്രയും തേയിലത്തോട്ടങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ചിലപ്പം ഉള്ളിലോട്ടൊക്കെ മാറി കാണുമായിരിക്കും. നല്ല ഭംഗിയുള്ള സ്ഥലം. ഒരു സമയത്തൊക്കെ ഞാൻ വരുമ്പോഴേ ആക്ച്വലി ഭയങ്കര മഞ്ഞൊക്കെ മൂടി കിടക്കുന്ന കാലാവസ്ഥ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇച്ചിരി തണുപ്പൊക്കെ തുടങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഇവിടേക്ക് വന്നാൽ നല്ല കോടമഞ്ഞും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കുറേ നേരത്തെ ഏകദേശം ശാന്തമ്മ ചേച്ചിയുടെ കടയിൽ നിന്ന് 1 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് നമ്മളിത് ഏകദേശം മുകളിലെത്താറായി. ആൾക്കാരൊക്കെ ഇറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. 22ാമത്തെ ഹെയർ പിന്നാണിത്.
അങ്ങനെ ലാസ്റ്റ് ഹെയർ പിൻ നല്ല അടിപൊളി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെയർ പിൻ വളകൾ. ഇന്ന് വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു, റോഡിൽ വണ്ടികളൊക്കെ കുറവാണ്. അങ്ങനെ ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് പോകണം. ശരിക്കും ഈ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാര്യം ഇവിടെയൊക്കെ നമ്മൾ കാറ് നിർത്താറോ കാര്യങ്ങളോ ഇല്ല. ബസ്സിൽ ഇത്ര ഉയരത്തിലിരിക്കുന്നതുകൊണ്ടാണ് ഈ കാഴ്ചയൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ബസ്സിൽ വരുന്നത് തന്നെയാണ് ബെറ്റർ. അപ്പം ഞാൻ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുകയല്ല, എങ്കിലും ബസ്സിൽ വരുന്നത് മനോഹരമാണ്. 9 പേരിൽ കുറേ പേര് വീണ്ടും ഇറങ്ങി. അങ്ങനെ മുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം 2:26. ആ കാണുന്നത് പൊന്മുടി പോലീസ് സ്റ്റേഷനാണ്. എന്ത് മനോഹരമായ ബിൽഡിംഗ് അല്ലേ. മൂന്നാറല്ല, മലക്കപ്പാറയും ഇതേകൂട്ട് വളരെ മനോഹരമായ ഒരു പോലീസ് സ്റ്റേഷൻ കണ്ടിരുന്നു. മാലാകപ്പാറയെന്നും പറയും കേട്ടോ, മലക്കപ്പാറ എന്നാണ് ഞാൻ പറയുന്നതെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഏകദേശം പൊന്മുടി എത്താറായി. 2:30 മണിയായപ്പം നമ്മൾ പൊന്മുടിയിലെത്തി. ഈ ബസ് 2:40 തന്നെ തിരിച്ചു പോകും. ഇതൊരു കഫേയാണ്, അവിടേക്ക് നമുക്ക് വരാം. എൻ്റെ ഫേവറേറ്റ് സ്പോട്ടുകളിലൊന്നാണ്. പക്ഷേ ഞങ്ങൾ പണ്ടൊക്കെ വരുന്ന സമയത്ത് അവിടെ ചായയും പഴംപൊരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എന്തെങ്കിലും വെറൈറ്റി ഐറ്റംസ് ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേർ പൊന്മുടിയിലെത്തി ഗൈസ്. പൊന്മുടിയുടെ ചരിത്രത്തെ പറ്റിയും പൊന്മുടി എന്ന പേരെങ്ങനെ ഉണ്ടായെന്നും അങ്ങനെ കുറേ കാര്യങ്ങൾ വിക്കിപീഡിയയിൽ കിടപ്പുണ്ട്. നിങ്ങളത് നോക്കിയാൽ മതി. അത് പറഞ്ഞ് നമുക്ക് ബോറടിപ്പിക്കുന്നില്ല. കാര്യം നമുക്ക് പൊന്മുടിയിലെ കാഴ്ചകളാണല്ലോ കാണുന്നത്. ഇവിടെ 40 രൂപ ടിക്കറ്റ് എടുക്കണം. ഞാൻ ആ ചെക്ക് പോസ്റ്റിൽ വെച്ച്, സാധാരണ ചെക്ക് പോസ്റ്റിലാണ് ടിക്കറ്റ് എടുക്കുന്നത്. അവിടെ വെച്ച് ബസ്സിങ്ങനെ പോരുന്ന് കഴിഞ്ഞതുകൊണ്ട് ഞാൻ വിചാരിച്ചു ടിക്കറ്റ് ഒന്നും എടുക്കണ്ടെന്ന്. പക്ഷേ ഇറങ്ങിയ സമയത്ത് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ അവിടുത്തെ ഫോറസ്റ്റിലെ ജീവനക്കാർ നമ്മുടെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ ആ കഫേയിലേക്കാണ് ആദ്യത്തെ യാത്ര. കാര്യം ഇപ്പോഴും ചായയും കാപ്പിയൊക്കെ ഉണ്ടാവണമല്ലോ. 2 മണി 2:30 മണി സമയമായല്ലോ. അങ്ങനെ പതുക്കെ നടന്ന് അവിടെ എത്തി. അപ്പം ഇപ്പോൾ ഇവിടെ 3D തിയേറ്ററൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് ഷോ എന്തോ ആണ്. അതിലേക്ക് ഞാൻ പോയില്ല, അതുകൊണ്ട് റേറ്റ് എനിക്ക് കൃത്യമായി അറിയില്ല. ഞാൻ അന്വേഷിച്ചിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കഫറ്റീരിയ, ടോയ്ലറ്റ്, പിന്നെ ടോയ്ലറ്റ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റാണ്. ശരിക്കും ഇത് വനം വകുപ്പിൻ്റെ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനും അല്ലെങ്കിൽ ഹട്ടിലിരിക്കാനും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും ഒക്കെ സ്ഥലമുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയി. ഇനി ഇവിടെ നമുക്ക് എന്തുണ്ടെന്ന് ചോദിക്കാനായിട്ട് ആ ചേച്ചിയുടെ അടുത്തേക്ക് പോകാം. അതിന് മുമ്പ് ഇവിടെ ഒരു എക്കോ ഷോപ്പ് കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞേക്കാം. എക്കോ ഷോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തേന്, മറ്റേ തേയില കാര്യങ്ങളെല്ലാം വിൽക്കുന്നുണ്ട്. ആ ഏരിയയിലോട്ടേ ഞാൻ പോയില്ല. ഒന്നാമത് നമ്മൾ ബസ്സിൽ വന്നു, ബാഗ് നിറച്ച് സാധനമായി കഴിഞ്ഞാൽ അതും തൂക്കിയിട്ടുകൊണ്ട് നടക്കണ്ടേ. അങ്ങനെ ഇനി നമുക്ക് എന്താണ് ഇവിടെ കഴിക്കാനുള്ളതെന്ന് നോക്കാം. ഇല അട എന്ന് പറഞ്ഞു. ഇല അടയെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത് കൂവയിലയിലായിരിക്കും അട തരുന്നതെന്ന്. കൂവയില ശരിക്കും 1 വർഷം മുമ്പ് ഇതേ ദിവസം ഞാൻ കാട്ടിലക്കട എന്നൊരു വീഡിയോ ചെയ്തിരുന്നു. കാട്ടിലക്കടയിലെ ഊണ് വിളമ്പുന്നത് ഈ കൂവയിലയിലാണ്. അത് ഓർമ്മ വന്നു. നല്ല ചൂടുണ്ടായിരുന്നു. ഇലയപ്പം എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്, പക്ഷെ അവർ ഇല അട എന്ന് പറയും. അങ്ങനെ നമുക്കിപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഈ ചായ സ്നാക്സ് കിട്ടുന്ന, അതായത് ചായയും സ്നാക്സും കിട്ടുന്ന ചെറിയ കടകളുണ്ടല്ലോ, ഇലയപ്പം, തെരളിയപ്പം, അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും ഇപ്പോൾ കടകളിലേക്ക് മാറി. പണ്ട് വീടുകളിൽ മിക്ക ദിവസവും വൈകുന്നേരം ചായയ്ക്ക് ഉപയോഗിക്കുന്ന ഒന്നായിരുന്നു. അവിടെ ചായ ഉണ്ടായിരുന്നില്ല, പാൽ ചായ. ഇത് കട്ടൻ കാപ്പിയാണ് വാങ്ങിച്ചത്. വിത്തൗട്ട് ഷുഗർ പറഞ്ഞിരുന്നു, പക്ഷേ മധുരം ഉണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഷുഗറിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് വണ്ണം കുറയ്ക്കാനായിട്ട് ഒരു 2 വർഷം മുമ്പ് ഞാൻ ഷുഗർ ഒഴിവാക്കിയിരുന്നു. ഇപ്പോഴും ഷുഗർ ഉപയോഗിക്കുന്നില്ല. ഇലയുടെ നല്ല മധുരം ഉണ്ടായിരുന്നു, ചൂടുണ്ടായിരുന്നു. കൂവയിലയുടെ ഫ്ലേവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയേണ്ടി വരും. എന്തോ ഒരു വാഴയിലയുടെ കൂട്ടാനുള്ള ഫ്ലേവറേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചൂടായിരുന്നു. ചൂടോടെ ആ ഇലയുടെയും കഴിച്ച് ആ കാപ്പിയും കുടിച്ച് തീർത്ത് ബാക്കി കാഴ്ചകൾ കാണാനായിട്ട് പോകാം. അങ്ങനെ ഇടിപിടി എന്നും പറഞ്ഞ് ആ ചായ കുടിയും ഇലയുടെയും തിന്നു. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നത് കണ്ടു. ആ കളിക്കുന്ന കാഴ്ചയിലേക്കൊന്ന് പോകാമെന്ന് കരുതി. അതിൻ്റെ ബാക്കിൽ ഒരു പ്ലേ സ്പോട്ട് പോലെ, അല്ലെങ്കിൽ ഒരു പ്ലേ ഗ്രൗണ്ട്, അങ്ങനെ എന്തെങ്കിലും പറയാം. നിങ്ങളിഷ്ടമുള്ളത് വിളിച്ചോളൂ, ഒരു പ്രശ്നമില്ല. മറ്റേ തെന്നി ഇറങ്ങുന്ന സംഭവവും ഊഞ്ഞാലും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ബാക്കിലേക്ക് വെറുതെ ഒന്ന് നടന്നു. കുറച്ചുകൂടെ ബാക്കിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം നിരോധിത മേഖലയാണ്. പക്ഷേ ഇവിടെ ഒരു പണ്ട് കാലത്തുണ്ടാക്കിയ ഒരു ഗുഹ പോലെ
ഗുഹയാണോ ശരിക്കൊരു എന്തെങ്കിലും സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ, എന്തായാലും ബ്രിട്ടീഷുകാരെ പറഞ്ഞല്ലോ, അവരുണ്ടാക്കി വെച്ചേക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ അതുവഴി നടന്ന് അതിനകത്ത് എന്താണെന്നൊന്ന് കാണാനായിട്ട് പോയി. ശരിക്കും പണ്ട് എപ്പോഴോ ചായ കുടിക്കാനായിട്ട് പൊന്മുടി വന്നപ്പം ശരിക്കും അങ്ങനെയാണല്ലോ, ഞാൻ പറഞ്ഞില്ലേ ആദ്യമേ, പണ്ട് ഇവിടെ ചായയും പഴംപൊരിയും അല്ലെങ്കിൽ കോഫി പഴംപൊരി ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആ ഗുഹ അകത്തേക്ക് കയറിയില്ല, കാര്യം നിരോധിത മേഖലയിലൊക്കെ നമ്മൾ ഇനി കടന്ന് കയറി പ്രശ്നം ഉണ്ടാക്കണ്ട. അങ്ങനെ അതേ മുകളിലേക്ക് നടന്ന് കയറുകയാണ്. ഇറങ്ങാൻ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ മുകളിലേക്ക് കയറി വന്നു. ഇനി നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ട്രക്കിംഗ് സ്പോട്ടുകളുണ്ട്. ട്രക്കിംഗ് സ്പോട്ടുകൾ 3-4 സ്പോട്ട് എങ്ങാണ്ടുണ്ട്. പക്ഷേ അത് ഒരു സ്പോട്ട് 16 കിലോമീറ്ററോ 12 കിലോമീറ്ററോ എങ്ങാണ്ടുണ്ട്. 16 ആണോ 12 എന്ന് കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല. ഞാൻ അതും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം അവിടെ നേരത്തെ ബുക്ക് ചെയ്യണം. പിന്നെ സീതാതീർത്ഥം എന്ന് പറഞ്ഞിട്ട് ഒരു 2 കിലോമീറ്ററിൻ്റെ ട്രക്കിംഗ് ഉണ്ട്, അത് ബുക്ക് ചെയ്യേണ്ട. ഉച്ചയ്ക്ക് മുമ്പേ എത്തുന്ന എല്ലാവർക്കും ആ ട്രക്കിംഗ് സ്പോട്ട് തിരഞ്ഞെടുക്കാം. പോലീസുകാർ ഇവിടെ ഉണ്ട്, പോലീസുകാർ ഉള്ളത് നമുക്ക് നല്ലത് തന്നെയാണ്. അങ്ങനെ വലത്തെ സൈഡിൽ മുകളിൽ കാണുന്ന ഒരു ടവറാണ്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അല്ലേ വേണ്ട, ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം മുകളിലേക്ക് മല കയറാൻ പറ്റും. ഈ മാൻ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറിയില്ല. നേരെ നടക്കുമ്പം ഇതിൻ്റെ എൻഡ് കുറച്ച് ഭംഗിയുള്ള ഒരു സ്ഥലമാണ്, അതൊന്ന് കാണിച്ചു തരാം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ 14K 12K എന്നൊക്കെ ഉണ്ടെന്ന്. ഗോൾഡൻ പീക്ക് ഇവരുടെ മാരത്തോണുമായിട്ട് ബന്ധപ്പെട്ട ഫ്ലാഗായിരുന്നു നമ്മളവിടെ കണ്ടത്. ഇതിൻ്റെ എൻഡ് പോയിൻ്റ് നിന്ന് താഴേക്കുള്ള വ്യൂ മനോഹരമാണ്. താഴേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യാം, പക്ഷേ ഞാൻ ഇറങ്ങി ചെല്ലാൻ മുതിരുന്നില്ല. ഇതാണ് ആ വ്യൂ, നല്ല മനോഹരമായ വ്യൂ അല്ലേ. ഇവിടെ നിന്ന് അവിടെ എന്തോ തീയിട്ടേക്കാണെന്ന് തോന്നുന്നു. തീയിട്ടതാണോ കത്തിയതാണോ എന്ന് എനിക്കറിയത്തില്ല, കാര്യം ഇത്രയും ഭാഗം കരിഞ്ഞിരിക്കുന്നു. ഒരു കാഴ്ചയ്ക്കൊരു മോശമായിട്ട് എനിക്ക് തോന്നി. വലത്തെ സൈഡിൽ മുകളിലൊരു മല പോലെയുണ്ട്, നമുക്ക് അവിടേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് അധികം പൊക്കത്തിൽ ഹൈറ്റിലല്ലാത്തത് കൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത്. അങ്ങനെ നടന്ന് അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ്. ശരിക്കും അഡ്വഞ്ചറും ട്രക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് പൊന്മുടി. പിന്നെ ഇത്രയും വെയിലുണ്ടായിരുന്നെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു, തണുത്ത കാറ്റ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ചവിട്ടി മുകളിലേക്ക്. ഇത് അത്രയ്ക്ക് ഭയങ്കര കയറ്റമൊന്നും അല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. അങ്ങനെ പകുതി കഴിഞ്ഞു, കുറച്ചുകൂടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ ഇനി കാണിക്കാം. നമ്മൾ ഏറ്റവും മുകളിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ കണ്ടോ, കുറച്ചുകൂടെ മുകളിലോട്ട് കയറാമല്ലേ, എന്നാൽ അങ്ങോട്ട് നീങ്ങാം. ഭയങ്കരമായി പേടിപ്പിക്കുന്നതോ അങ്ങനെയൊന്നും ഒരു സംഭവമില്ല. സ്മൂത്തായിട്ട് ഫാമിലിക്കും അല്ലെങ്കിൽ കുട്ടികളുമായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഈ മുകളിലോട്ടൊക്കെ കയറിയില്ലെങ്കിൽ പല കാഴ്ചകളും നമുക്ക് മിസ്സാവും. കാര്യം റോഡ് നിൽക്കുന്നിടത്ത് നിന്നാൽ അത്ര മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ടെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാര്യം ഇത് നടന്ന് മുകളിൽ കയറുക. ശരിക്കും ആദ്യം കാണിച്ച ടവറില്ലേ, ആ ടവറിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഫീലാണ് കേട്ടോ. ഒന്നാമത്തെ കാര്യം, ഞാൻ ആ മഹാബോളിയിൽ നിന്ന് ആദ്യം കാണിച്ചില്ലേ, അവിടെ നിന്ന് ഒരു 1/2 ലിറ്റർ പായസവും കുറച്ച് ബോളിയും എൻ്റെ വൈഫിന് വേണ്ടി വാങ്ങിച്ചിരുന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബോളി. അവളാണ് ഇത് കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു തരുന്നത്. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞ ഒരു പാറ നമ്മളൊന്ന് വലിഞ്ഞു കയറാൻ ശ്രമിച്ചു. വലിയ പാറയൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ നമ്മൾ വന്ന വഴിയാണ് മെയിനായിട്ട് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കാണുന്നത് ചുറ്റുമുള്ള വ്യൂ ഉണ്ടോ, അടിപൊളിയല്ലേ. അവിടെയാണ് ആ ടവറ്. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നു. നമ്മളല്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഈ യാത്ര നടത്തിയത്. അങ്ങനെ അവിടെ നിന്നു നമ്മുടെ ആളുകൾ ഇറങ്ങിയില്ലേ, ആ ഇറങ്ങിയിട്ടുള്ള അവിടെ എന്തോ ടീ എസ്റ്റേറ്റോ കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നു. അങ്ങനെ അതും മനോഹരമായിട്ട് തോന്നി. അങ്ങനെ പൊന്മുടിയിൽ എത്തിയിട്ട് ഏകദേശം 1 മണിക്കൂർ കൂടുതലായി. ഇപ്പോൾ സമയം 3:30 ആവുന്നു. ഇപ്പം ഒരു ബസ്, നമ്മുടെ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ് ഇപ്പം 3:30 മണിക്ക് പൊന്മുടി എത്തുമെന്ന് പറഞ്ഞു. അതിൽ കയറി 3:50 പൊന്മുടിയിൽ നിന്ന് വിടുന്നത്. അതിൽ നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. നോക്കട്ടെ, ഏതെങ്കിലും ഒരു സീ ഫുഡ് സ്പോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മീൻ വിഭവങ്ങൾ തരുന്ന നല്ല ഹോട്ടലുണ്ടോ എന്ന് നോക്കാം. ശരിക്കും മല കുന്നൊക്കെ കയറിയിട്ട് ഒത്തിരിയായി, അതാണ് ഈ ശ്വാസം ഒരു ചെറിയ പ്രശ്നം.
പൊന്മുടിയുടെ ഭംഗി. വെയിലുണ്ടെങ്കിലും നല്ല തണുത്ത കാറ്റുണ്ട്, അതുകൊണ്ടൊരു ആശ്വാസമുണ്ട്. അപ്പം തിരിച്ച് നടന്ന് അവിടെ എത്തി. ബാക്കി വിശേഷങ്ങൾ കാണാം ബസ്സിൽ കയറിയിട്ട്. ഇന്ന് ഞായറാഴ്ച ആയിരുന്നിട്ടും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. വളരെ ശാന്തമായിട്ട് കിടക്കുകയാണ് പൊന്മുടി. പക്ഷേ എന്നെപ്പോലെ ട്രാവൽ ഒറ്റയ്ക്ക് വരുന്നതോ ആയിട്ടുള്ള ഒരു കുറവാന്ന് തോന്നുന്നു. ഇവിടെ വെച്ച് എനിക്കൊരു അബദ്ധം പറ്റി. ശരിക്കും 3:50 ബസ് വരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, 3:30 ആവുന്നതിന് മുമ്പ് തന്നെ ബസ് വന്നു. ഞാൻ അവിടെ നിന്ന് നടന്ന് ഇപ്പുറത്ത് വന്ന് ആ കഫേയിൽ ഒന്നുകൂടെ കയറി എന്തെങ്കിലും ചായ കുടിക്കാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പം ഈ ബസ് എത്തി. ഞാൻ ഇവിടേക്ക് നടന്നെത്തുന്ന സമയം കൊണ്ട് ആ ബസ്സിലെ എല്ലാ സീറ്റും ഒക്കുപ്പൈഡ് ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ ഈ 22 ഹെയർ പിന്നും നിന്നുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങിയത്. ഹെയർ പിൻ കഴിഞ്ഞ് ഏതാണ്ട് വിതുര കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സീറ്റ് കിട്ടി. 79 രൂപയാണ് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്കുള്ള ടിക്കറ്റ് റേറ്റ്. അങ്ങനെ എന്താ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്ന് നിന്നു. ശരിക്കും ഇങ്ങോട്ട് വന്ന ബസ്സിൽ ഇവിടെ ലേഡീസ് ആയിരുന്നു കൂടുതൽ നിന്നത്. എനിക്കിത് വീഡിയോ എടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ അവിടെ കയറിയൊക്കെ നിന്നു. അങ്ങനെ ഇവിടെ നിൽക്കുന്നത് അത്ര അടിപൊളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഹെയർ പിന്നൊക്കെ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആടും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വീഡിയോ കൂടെ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൻ ടാസ്ക്കാണ്. അങ്ങനെ ഏകദേശം നമ്മൾ 6:30 മണിയായപ്പം തിരിച്ച് റെയിൽവേ സ്റ്റേഷനെത്തി. ഞാൻ തിരിച്ചുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നത് മാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ്. അത് 3rd AC ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. കാര്യം ഇത്രയും ടയേർഡായി കഴിയുമ്പം നല്ല ക്ഷീണം ഉണ്ടാവുമെന്ന് എനിക്കറിയായിരുന്നു. മാത്രമല്ല ആ ഒരു ടിക്കറ്റ് ശരിക്കും നിങ്ങൾ സ്ലീപ്പറാണ് എടുക്കുന്നതെങ്കിൽ 140 രൂപയാവത്തുള്ളൂ. ഈ 3rd AC ആയപ്പോൾ 510 രൂപയായി. പക്ഷേ അത് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാനിതിൻ്റെ ഒരു TLൻ്റെ വീഡിയോ കൂടി പറയാം. അതിനുശേഷം കുറച്ച് കാഴ്ചകളൂടെ കാണിക്കുന്നുണ്ട്. കാര്യം ട്രെയിനിനകത്തിരുന്ന് TLൻ്റെ എടുക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ പൊന്മുടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം തിരിച്ച് ട്രെയിൻ 8:50 മാംഗ്ലൂർ എക്സ്പ്രസ്സിലാണ് തിരിച്ചു പോകുന്നത്. ഏകദേശം 6:30 മണിയായപ്പോൾ തമ്പാനൂർ എത്തിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞു ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. സമയം 7:30 ആയതേ ഉള്ളൂ. 8:50 വരെ സമയമുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും കഴിക്കാനോ പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. നമുക്ക് അകത്ത് പോയി ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നതെന്ന് നോക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഒരു ട്രാവൽ പോവാം. നമ്മുടെ സന്തോഷ് ജോർജ് ഇങ്ങനെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എങ്ങനെ പോകുന്നു എന്നുള്ളതല്ല യാത്ര, ഏറ്റവും ചിലവ് ചുരുക്കിയായാലും യാത്ര ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. അപ്പം ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, ലവ് യു, ടേക്ക് കെയർ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം ഒരു 7:45 8 മണിയായപ്പോൾ തന്നെ ട്രെയിൻ പ്ലാറ്റ്ഫോം 5 വന്നു. നമ്മളകത്തേക്ക് പോവുകയാണ്. 37 എൻ്റെ നമ്പർ, സീറ്റ് നമ്പർ. അങ്ങനെ അകത്തെത്തി. നമ്മൾ യാത്ര ചെയ്ത് കരുനാഗപ്പള്ളിയിലെത്തി. കരുനാഗപ്പള്ളിയിൽ ഇറങ്ങാൻ പോവുകയാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയമായി. ഏകദേശം 10:30 മണിയൊക്കെ ആയി. 10:30 മണിയായപ്പോൾ നമ്മൾ കരുനാഗപ്പള്ളിയിലെത്തി ഗൈസ്. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ടേക്ക് കെയർ, ലവ് യു.